നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്. പ്രധാന വാർത്തകൾ. ബഹ്റിൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രി ഒക്ടോബർ 30 നടക്കും. പ്രശ്നങ്ങളില്ലാതെ മത്സരം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ബഹ്റൈൻ ഫോർമുല 1 ഒക്ടോബർ 30 നടത്താനുള്ള തീരുമാനത്തെ ബഹ്റിനിലെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തു. മത്സരം നീട്ടിവെച്ചത് മൂലം കോടികളുടെ നഷ്ടമാണ് ബഹ്റിന് ഉണ്ടായത്. ഈ സീസണിൽ തന്നെ ഫോർമുല 1 നടത്താനായി ലോകവ്യാപകമായി ആരാധകർ ഓൺലൈനിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. വളരെ പ്രയാസകരമായ സമയമാണ് കഴിഞ്ഞു പോയതെന്നും ഇപ്പോൾ ബഹ്റിൻ സുരക്ഷിതമാണെന്നും സർക്കാർ മാത്രമല്ല പ്രതിപക്ഷം ഉൾപ്പെടെ മത്സരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതായും ഫോർമുല 1 നടത്തുന്നതിലൂടെ ബഹ്റിന്റെ മികവ് ലോകത്തിന് കാട്ടിക്കൊടുക്കാനാവുമെന്നും ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ചെയർമാൻ സയ്യിദ് അൽ സയാനി പറഞ്ഞു. ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റിനിലെ സനദ് ന്യൂ ഇന്ത്യൻ സ്കൂൾ ആനുവൽ അവാർഡ് സെറിമണി നടന്നു. ബഹ്റിൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികളായ അഹ്ലം ഖാലിദ് മുറാദ്, റന ഫാത്തിമ അൽ ബുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 10-12 ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ഗോപാലൻ, ഡോക്ടർ മണി ശ്രീധർ, മുനാഫ് സിദ്ദീഖ്, ഗീതാ ലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഹ്റിൻ കേരളീയ സമാജത്തിലെ പുതിയ സമിതിയുടെ സ്ഥാനാരോഹണവും ബാലകലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടന്നു. സമാജം ഡയമണ്ട് ഹാളിൽ നടന്ന ചടങ്ങുകൾ ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. PV രാധാകൃഷ്ണപിള്ള, ജയമോഹൻ, വർഗീസ് കാരക്കൽ, മനോജ് മാത്യു, വീരമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ച ബഹ്റിനിൽ നിന്നുള്ള നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി അയൽരാജ്യങ്ങളിൽ നിന്ന് കോസ്റ്റൽ കമാൻഡർക്ക് വിവരം കിട്ടി. പിടിയിലായവരിൽ അധികവും മത്സ്യബന്ധന തൊഴിലാളികളാണ്. ബഹ്റിൻ സമുദ്രാതിർത്തിയിൽ മാത്രം മത്സ്യബന്ധനം നടത്താൻ കോസ്റ്റൽ കമാൻഡർ നിർദ്ദേശിച്ചു. എല്ലാ ബോട്ടുകളിലും വാർത്താവിനിമയ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്നും സമുദ്രാതിർത്തി ലംഘിക്കുന്നത് ഒഴിവാക്കാൻ ഇത് സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂളിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ജൂൺ 30, ജൂലൈ 1 തീയതികളിലാണ് പ്രദർശനം. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAE, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കും. നെസ്റ്റോ ഗ്രൂപ്പിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ബഹ്റിനിൽ പ്രവർത്തനം തുടങ്ങി. സൽമാബാദിലാണ് പുതിയ ശാഖ. ഇതോടെ ബഹ്റിനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം 4 ആയി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നെസ്റ്റ് ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു.